5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എം മുകുന്ദൻ പറഞ്ഞു, സ്വരാജ് ഇല്ലാത്ത നിയമസഭയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ്. വയസ്സുകാലത്ത് ഇനിയിപ്പോൾ അദ്ദേഹം എത്ര ദിവസം ഉറങ്ങും, സ്ലീപ്പിംഗ് പിൽസൊക്കെ കഴിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. KR മീര പറഞ്ഞത്, സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥിയെ ചോദിച്ച് വാങ്ങിയില്ലേ കോൺഗ്രസ്, ഇനി അനുഭവിച്ചോ എന്ന് പറഞ്ഞ് ട്രോളൊക്കെ ഇറക്കി, അവരുടെ ഫോട്ടോയൊക്കെ വെച്ച്. സ്വരാജ് ഇല്ലെങ്കിൽ ഈ അസംബ്ലി ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ സാഹിത്യകാരന്മാരും സാഹിത്യകാരികളുമൊക്കെ വലിയ തോതിൽ തള്ളിമറിച്ചു. അതിനെതിരെ ജോയ് മാത്യുവിനെ പോലുള്ളവർ UDF വേണ്ടി പോയി സംസാരിച്ചു. കൽപ്പറ്റ നാരായണൻ UDF വേണ്ടി ഇപ്പോൾ സംസാരിച്ചു. അങ്ങനെ ബലാബലം നടന്നു. ഇതിനിടയിൽ സംഭവിച്ച ഒരു വീഡിയോ, ഒരു വിവാദമായൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. ഞാനത് ആ വീഡിയോയെക്കുറിച്ചൊരു വിശകലനം നടത്താൻ തീരുമാനിച്ചത് അത് കേസായിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. ശ്രീകല മുല്ലശ്ശേരി എന്ന് പറയുന്ന ഒരു വനിത, അവർ ഡോക്ടറേറ്റ് എടുത്തവരാണ്. അവർ നേരത്തെ ഒക്കെ വലിയ രാഷ്ട്രീയമൊന്നുമില്ലായിരുന്നു, പിന്നെ കുറച്ച് ഇടതുപക്ഷമായി, പിന്നെ അത് കഴിഞ്ഞ് പല പാർട്ടിയിലൊക്കെ പോയി. അവസാനം അവർ ചെന്ന് സ്വരാജിൻ്റെ ആ ഒരു സംഘത്തിൽ ചെന്നപ്പെട്ടു. അതിനുശേഷം അവർ കാലിക്കട്ട് സർവകലാശാലയിലെ റഷ്യൻ പഠന കേന്ദ്രമുണ്ടായിരുന്നു. ആ റഷ്യൻ പഠന കേന്ദ്രത്തെ പഠിക്കാൻ ഇപ്പോൾ ഭാഷ പഠിക്കാനൊക്കെ ആൾക്കാർ കുറവായി. കാരണം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം അങ്ങനെ ഒരു ഇൻഡോ റഷ്യൻ സഹകരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ റഷ്യൻ ഭാഷ പഠിക്കാനൊക്കെ ആളുകൾ കുറവായതുകൊണ്ട് അത് കമ്പാരിറ്റീവ് സ്റ്റഡി വിഭാഗം കൂടെ ആയിട്ട് മാറ്റി, താരതമ്യ പഠന വിഭാഗം. അപ്പോൾ റഷ്യ വിത്ത് താരതമ്യ പഠന വിഭാഗം കൂടെ ആയിട്ട് മാറ്റി. അവിടെ അവർ പോയി MA ഒക്കെ എടുക്കുകയും അവർ പഠിക്കുകയും ചെയ്തിട്ട് അവിടെ തന്നെ ഒരു പോസ്റ്റ് വന്നപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി. അവർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയതിനൊന്നും നമുക്ക് എതിർപ്പില്ല, അവർ പഠിച്ചതിനോ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയതിനൊന്നും നമുക്കൊരു എതിർപ്പില്ല. പക്ഷേ അവരുടെ തീസിസ്, അവർ കൊടുത്ത തീസിസ് MM ബഷീറിൻ്റെ അടുത്ത് വാല്യുവേഷന് ചെന്നപ്പോൾ അത് പിടിച്ചു. പ്ലേഗറിസം എന്ന് പറഞ്ഞാൽ മുൻപ് ഇറങ്ങിയിട്ടുള്ള പഠനങ്ങളിലോ തീസിസുകളിലോ ഒക്കെ ഉള്ള കാര്യങ്ങൾ അതുപോലെ കട്ട് പേസ്റ്റ് കോപ്പി പേസ്റ്റ്, ഇതാണല്ലോ കട്ട് കോപ്പി പേസ്റ്റ് CCP ചെയ്യുന്നവർ. അത് പല വാഴക്കൊല, നമ്മുടെ ചിന്താജിറാമൻ്റെ വാഴക്കൊല, അങ്ങനെ ഓരോരുത്തരുടെ പലരുടെ തീസിസിൽ ഈ പ്ലേഗറിസം ഒരു വലിയ പ്രശ്നമാണ്. ഒരു 5% 10% പ്ലേഗറിസമേ അനുവദിക്കരുത്. അല്ലാതെ ഒരുപാട് പ്ലേഗറിസം ഒന്നും പല യൂണിവേഴ്സിറ്റികളിൽ വ്യത്യാസമുണ്ട്. ചിലരാണെങ്കിൽ കുറച്ചുകൂടി അനുവദിക്കും, പല യൂണിവേഴ്സിറ്റികളിലും പല രീതിയാണ്. എന്നാലും പ്ലേഗറിസം അനുവദിക്കത്തില്ല. അതിന് പറയുന്ന പ്ലേഗറിസമാണ്. മറ്റൊരാളിൻ്റെ ഫൈൻഡിങ്സോ ഡേറ്റയോ എടുത്ത് അതുപോലെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് വയ്ക്കുന്നതിനാണ് പ്ലേഗറിസം എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ പറ്റും, കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. മൊബൈൽ ആപ്പ് ഉണ്ട്, അതിന് മൊബൈൽ ആപ്പൊക്കെ ഉണ്ട്. അപ്പോൾ പ്ലേഗറിസം പിടിച്ചത് കൊണ്ട് തീസിസ് തടഞ്ഞു വെച്ചു. പിന്നെ PhD കിട്ടിയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇതൊന്നും പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യും, ഇതെല്ലാം ഇതിൻ്റെ പശ്ചാത്തലമാണ്. ഈ ശ്രീകല മുല്ലശ്ശേരി ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ, മാനവികതയുടെ, ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ മതേതര ജനാധിപത്യ സർഗാത്മകതയുടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭാഷ കൊണ്ട് കുറേ അമ്മാനമാടി. അവർ ഈ താരതമ്യ പഠനത്തിലൊക്കെ ഉള്ള ഒരു ലേഡിയാണല്ലോ, ഒരു വനിതയാണല്ലോ. അപ്പോൾ ഇതൊക്കെ പറയാൻ പറ്റും. ഇങ്ങനെ സാഹിത്യം കൊണ്ട് അമ്മാനമാടിയതിന് ശേഷം ആ വീഡിയോയുടെ അവസാനം പറയുന്നു, ഇതൊക്കെ പരിരക്ഷിക്കണമെങ്കിൽ കേരളത്തിൽ സ്വരാജ് ജയിക്കണം. സ്വരാജ് ജയിച്ചാൽ മാത്രമേ ഇതൊക്കെ, അല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞ് താഴെ വന്ന് പോകും. അപ്പോഴാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ ശശികുമാറും നമ്മുടെ SCCയിലൊക്കെ ഉള്ള CCയുടെ കൂടെ നേതാവായിട്ടുള്ള ഷാജർ ഖാനും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് ഒരു കേസ് യൂണിവേഴ്സിറ്റി VCക്ക് കൊടുത്തിട്ടുണ്ട്. കേസല്ല, ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ മെമ്മോ കൊടുത്തു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സർവീസ് കോഡ് അനുസരിച്ച് കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട്, സർവീസ് കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ, അത് യൂണിവേഴ്സിറ്റി ആയാലും ഏത് സ്ഥാപനത്തിലിരുന്നാലും സർക്കാർ ഉദ്യോഗസ്ഥർ പരസ്യമായി വന്ന് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ഇട്ട്, അല്ലാതെ വോട്ടെടുപ്പിന് എല്ലാ സർവീസ് സംഘടന ആളുകളും വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ടെടുപ്പൊക്കെ ഈ വോട്ട് അഭ്യർത്ഥനയൊക്കെ നടത്താറുണ്ട്. അവർ ഇപ്പോൾ NGO യൂണിയനായാലും NGO അസോസിയേഷനായാലും KGU ആയാലും എല്ലാവരും, പിന്നെ KGO ആയാലും എല്ലാ സംഘടനകളും, ഏത് സംഘടന എടുത്താലും അവർ തിരഞ്ഞെടുപ്പിന് അവരവരുടെ പാർട്ടിയായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ. ഇന്നലെ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻകാരോട് പായസം വെച്ചു, അപ്പോൾ ഇത് സെക്രട്ടേറിയറ്റ് നടയിൽ ഇതൊക്കെ സംഭവിക്കും. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും പരസ്യമായി ഒരു വീഡിയോ ഇട്ട് അത് സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സർവീസ് കോഡ് ഓഫ് കോണ്ടാക്റ്റിന് എതിരാണ്. അങ്ങനെ ശ്രീകല മുല്ലശ്ശേരി ചെയ്തു. അതായത് അതിൻ്റെ ഒരു വിഷയം ഇത്രയേ ഉള്ളൂ. KR മീരയെ പോലുള്ള അല്ലെങ്കിൽ മറ്റ് സാഹിത്യകാരന്മാരൊക്കെ ഇത് സപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു പടി കൂടെ മുമ്പോട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇങ്ങനെ ചെയ്തത്. അത് കൃത്യവിലോപമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, സർവീസ് ചട്ടങ്ങൾ വിരുദ്ധമാണെന്ന് പറഞ്ഞ് പരാതി കിടപ്പുണ്ട്. അങ്ങനെ പരാതി പുറത്ത് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ അടിമപ്പണി ചെയ്യാൻ പോകരുത്. നിങ്ങൾ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തോളൂ, ഇഷ്ടമുള്ള വോട്ടൊക്കെ പറഞ്ഞോളൂ. പക്ഷേ ചാനലുകളിലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സർഗാത്മകതയുടെയും മാനവികതയുടെയും കഥയൊന്നും നിങ്ങൾ പറയരുത്. ലോകത്തിൻ്റെ ചരിത്രം മുഴുവൻ നിങ്ങൾ പഠിക്കണം, ലോകത്തിൻ്റെ ചരിത്രം മുഴുവൻ ആലോചിക്കണം.
ടിയാൻമെൻ സ്ക്വയർ നമ്മുടെ മുന്നിലുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിക്ക് വേണ്ടി സമരം ചെയ്ത യുവാക്കളെ കൊന്നത് എത്രയാണ്, മാവോസത്തും കൊന്നു തള്ളിയത് എത്രയാണ്, ലോകത്തിലെ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ എത്ര ആളുകളെയാണ് കൊന്നു തള്ളിയിട്ടുള്ളത് എന്ന് ആലോചിക്കുക. വിപ്ലവത്തിൻ്റെ പേരിൽ ഒക്കെ കൊന്നു തള്ളിയിട്ടുള്ളത് എത്ര പേരെയാണ്. അതുകൊണ്ട് മാനവികതയെക്കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കേണ്ട. സ്വരാജിന് വോട്ട് കൊടുക്കണം, സ്വരാജ് എനിക്ക് PhD അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ SFI ആണ്, CPM ആണ്, അതൊക്കെ പറഞ്ഞോളൂ. പക്ഷേ മാനവികത, സർഗാത്മകത, മതേതരത്വം, ജനാധിപത്യം ഇതൊന്നും വന്നിരുന്ന് തള്ളരുത്. ഇത് തള്ളുമ്പോൾ ഇതിലൊരു PhD എടുത്തിട്ടില്ലെങ്കിലും സാധാരണ ജനങ്ങൾക്ക്, അരി ആഹാരം കഴിക്കുന്നവർക്ക് വിവരവും വെള്ളിയാഴ്ചയും ഉണ്ട് എന്ന് തിരിച്ചറിയുക. നിലമ്പൂരിലെ ആളുകൾ അത് തെളിയിച്ചു കഴിഞ്ഞു.